നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രയൊന്നും വലിയ വർക്കൊന്നും ഇല്ലാത്ത ഒരുത്തൻ, അതായത് 24 hours ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിലും അവൻ അവൻ്റെ എല്ലാ ഗോൾസും അച്ചീവ് ചെയ്ത് വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു. എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയും ഗോൾ സെറ്റിംഗ് തമ്മിൽ ഇന്റർകണക്റ്റഡ് ആണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. സോ ഗോൾ സെറ്റിംഗിന്റെ ബേസിൽ പേഴ്സണാലിറ്റിയെ നമുക്ക് 5ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അനലൈസേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ അച്ചീവേഴ്സ് ഉണ്ട്, ഡ്രീമേഴ്സ് ഉണ്ട്, ഫ്രീ സ്പിരിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ ബട്ടർഫ്ലൈസ്. സോ അനലൈസേഴ്സ് എന്ന് പറയുന്നത് ഒരു കാര്യം അവർ തീരുമാനിച്ച് ഭയങ്കരമായിട്ട് ഷെഡ്യൂൾ ചെയ്യും. പക്ഷെ ഈ ഷെഡ്യൂൾ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരിതിന്റെ റിസൾട്ട് എന്താണെന്ന് ഓരോ ദിവസവും ചെക്ക് ചെയ്തിട്ട് അതിൽ ആവശ്യമുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്ന് അവർ മുന്നോട്ട് പോകും. ഓക്കെ, അതേപോലെ തന്നെ അച്ചീവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിലാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ആ സ്ട്രിക്റ്റ് ഷെഡ്യൂൾ അവരെപ്പോഴും തന്നെ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യും. അവരൊരു മാറ്റവും വരുത്തില്ല. ഒരു മാസത്തേക്ക് അവർ സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ ഒരു ഗോൾ പ്ലാനോ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പോവുകയും ചെയ്യും, അവരത് അച്ചീവ് ചെയ്യുകയും ചെയ്യും. അതാണ് അച്ചീവേഴ്സ്. പിന്നെ ഒരു കാറ്റഗറി ഉണ്ട്, നമ്മൾ പലരും ഡ്രീമേഴ്സ്. വലിയ ഐഡിയാസ് ആണ്, ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വിഷണറി ആയിരിക്കും, പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് മടിയാണ്. അതുകൊണ്ട് തന്നെ പ്രോക്കാസ്റ്റിനേഷൻ ഭയങ്കര അധികമായിരിക്കും. നാളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഷെഡ്യൂൾ തോന്നുന്ന പോലെ ഉദ്ദേശിച്ച സമയത്തൊന്നും ഇത് അച്ചീവ് ചെയ്യാത്ത കാറ്റഗറിയാണ് ഈ ഡ്രീമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാറ്റഗറിയാണ് സോഷ്യൽ ബട്ടർഫ്ലൈസ്. സോഷ്യൽ ബട്ടർഫ്ലൈസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു കാര്യം ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അവർ എന്തിനു പോവുകയാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ കൂട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ജിമ്മിന് പോവാം, വെയിറ്റ് ലോസ് ചെയ്യണം, വാ നമുക്ക് 4 ആൾക്കും കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ പഠിക്കണം, വരും നമുക്ക് 5 ആൾക്കും കൂടെ ഒന്നിച്ച് പഠിക്കാം. അവരെന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അവർക്ക് ഒരിക്കലും ഒന്നിച്ച് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അവർ ഒന്നിച്ചാണെങ്കിൽ അവർ സക്സസ്ഫുൾ ആയിരിക്കും. സോ അതാണ് എന്ത് സോഷ്യൽ ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് കാറ്റഗറി ഫ്രീ സ്പിരിറ്റ്. ഫ്രീ സ്പിരിറ്റിന്റെ പ്രത്യേകത, അവർ ഇതുപോലെ ഇന്നോവേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും, പക്ഷെ അവരവരുടെ ഷെഡ്യൂൾസും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. പക്ഷെ ഫോക്കസ്ഡ് ആയിരിക്കില്ല. അവർ തോന്നുന്ന പോലെ ആയിരിക്കും തീരുമാനങ്ങൾ. ഷെഡ്യൂളിനുള്ളിൽ അവർ തീർക്കാൻ തീരുമാനിക്കും, പക്ഷെ അവരുടെ കാര്യങ്ങളൊന്നും എന്തായിരിക്കില്ല, ഒരിക്കലും ഫോക്കസ്ഡ് ആയിരിക്കില്ല. ഇതിൽ ഏത് കാറ്റഗറിയാണ് ബെസ്റ്റ്, ഏതാണ് വേഴ്സ്റ്റ് എന്നൊന്നുമില്ല കേട്ടോ. അതായത് പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ഗോൾ സെറ്റിംഗിൽ ഡിഫറൻസ് ആവുന്നു മാത്രമേ ഉള്ളൂ. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ suitable ആയിട്ടുള്ള ഒരു goal setting strategy decide ചെയ്യണമെന്ന് മാത്രം. So you just comment in which category you belongs to. Thank you.